ട്രെയിലറിന് ശേഷം സീതയായി സായി പല്ലവി സൗന്ദര്യ ചർച്ച പൊട്ടിപ്പുറപ്പെടുന്നു. രാമായണത്തിലെ ആദ്യ ട്രെയിലറിൽ സീതയായി സായി പല്ലവി പ്രത്യക്ഷപ്പെടുന്നതിനെ ചൊല്ലി ഓൺലൈനിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുരാണങ്ങളിലെ സ്ത്രീകളെ സൗന്ദര്യം, ഗാംഭീര്യം, പ്രകടനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്കാണ് പ്രതികരണം വ്യാപിച്ചിരിക്കുന്നത്. രാമായണത്തിൻ്റെ ആദ്യ ട്രെയിലറാണ് ഓൺലൈനിൽ പുതിയൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയത്. എന്നാൽ ഇത്തവണ അത് സിനിമയുടെ VFXനെക്കുറിച്ചോ സ്കെയിലിനെക്കുറിച്ചോ അല്ല, പകരം സായി പല്ലവിയുടെ സീതയുടെ ചിത്രീകരണം, സൗന്ദര്യ നിലവാരത്തെക്കുറിച്ചുള്ള ഒരു കഥാചർച്ചയ്ക്ക് തുടക്കമിട്ടു. പുരാണ കഥാപാത്രത്തിൻ്റെ പരമ്പരാഗത ഇമേജിനെ അവർ യോജിക്കുന്നുണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം തന്നെ ചോദ്യം ചെയ്തു. മറ്റുള്ളവർ അവരുടെ കാസ്റ്റിംഗിന് പിന്തുണ നൽകുകയും ചെയ്തു. പുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സ്ത്രീ അഭിനേതാക്കളെ പരമ്പരാഗത സൗന്ദര്യ മാനദണ്ഡങ്ങൾക്കെതിരെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് തന്നെ ഈ ട്രെയിലർ പലതരത്തിൽ തുടക്കമിട്ടു. ഇന്നലെ ഇറങ്ങിയ, അതായത് ജൂലൈ 30 പുറത്തിറങ്ങിയ ട്രെയിലറിൽ ശ്രീരാമനായി രൺബീർ കപൂർ, സീതയായി സായി പല്ലവിയെയും രാവണനായി യാഷിനെയും ആദ്യമായി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി. ഇനി സായി പല്ലവിയുടെ സീതാ ലുക്ക് ഇന്റർനെറ്റിനെ രണ്ടായി വിഭജിക്കുന്നുവോ? ട്രെയിലർ പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഒരു ഉപയോക്താവ് ശൂർപ്പണഖയായി അഭിനയിക്കുന്ന രാഹുൽ പ്രീത് സിംഗിനൊപ്പം സീതയായി സായി പല്ലവിയെ അവതരിപ്പിക്കുന്ന ഒരു ക്ലിപ്പ് പങ്കുവെക്കുകയും അവരുടെ രൂപഭാവങ്ങൾ താരതമ്യം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത്, രാഹുൽ പ്രീത് സിംഗ് സായി പല്ലവിയേക്കാൾ സുന്ദരിയാണെന്ന് ലോകത്തോട് പറയാൻ വേണ്ടി മാത്രമാണ് നമിത് മൽഹോത്ര 4000 കോടിയുടെ രാമായണം നിർമ്മിച്ച് എഴുതിയത് എന്ന് പറയുന്നു. കാരണം അത്രയ്ക്ക് സൗന്ദര്യമുണ്ട് രാഹുൽ പ്രീത് സിംഗിന് എന്ന രാക്ഷസിക്ക് കൊടുത്തത്. രാമായണത്തിലെ കഥാപാത്രങ്ങളെയും സന്ദർഭത്തെയും താരതമ്യം തെറ്റിദ്ധരിച്ചുവെന്ന് വാദിച്ച സായിയുടെ ആരാധകരിൽ നിന്ന് ഈ പോസ്റ്റ് വിമർശനത്തിന് ഇടയാക്കി. ഇതിഹാസത്തിൽ ശൂർപ്പണഖയെ രൂപമാറ്റം വരുന്ന ഒരു രാക്ഷസിയായി വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നും അതിനാൽ സീതയുടെ രൂപവുമായി അവളുടെ താരതമ്യം ചെയ്യുന്നത് തെറ്റാണെന്നും ഒരു ഉപയോക്താവ് വാദിച്ചു. എന്നാൽ മറ്റുള്ളവർ പറയുന്നത്, സീതമ്മയായി സായി പല്ലവി മികച്ച വേഷത്തിൽ അഭിനയിക്കുന്നത് കാണപ്പെടുന്നത്. ശാരീരിക സൗന്ദര്യത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ആശയങ്ങൾക്കപ്പുറം സായി കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ മറ്റുള്ളവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ സീതയുടെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ കാമത്താൽ അന്ധനാണ്. സീതയുടെ കഥാപാത്രത്തിന് ചാരുത, ഊഷ്മളത എന്നിവ ആവശ്യമാണ്. അത് സായി പല്ലവി മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിനയവും പ്രധാനമാണ്. എന്നാൽ മറ്റൊരു ശ്രേതാവിൻ്റെ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ കമൻറ്റ്, സീത പ്രതീക്ഷിക്കുന്ന സൗന്ദര്യം അവൾക്കില്ല. സായിയുടെ കാസ്റ്റിംഗിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമായില്ല. സീതയായി സായി പല്ലവിയെ അവതരിപ്പിക്കാനുള്ള തീരുമാനത്തെ ഒരു ഉപയോക്താവ് ചോദ്യം ചെയ്തുകൊണ്ട് എഴുതി. ലോകത്ത് എന്താണ് അവരെ സീതയായി സായി പല്ലവിയെ അവതരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്? ഭംഗിയോ അഭിനയമോ മറക്കോ? ഈ വേഷത്തിന് പലരും പ്രതീക്ഷിക്കുന്ന സൗന്ദര്യം പോലും അവൾക്കില്ല. എന്നാലും ഈ കമൻറ്റിന് ശക്തമായിട്ടുള്ള എതിർപ്പാണ് ലഭിച്ചത്. മിണ്ടാതിരിക്കൂ, അവൾ പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു യഥാർത്ഥ ഇന്ത്യൻ സുന്ദരി. അവളുടെ മുഖം മറ്റ് സമകാലിക നായികമാരേക്കാൾ വളരെ ഇന്ത്യക്കാരാണ്. SIC ആണ്. മറ്റൊരു ഉപയോക്താവും മറുപടി നൽകി. സൗന്ദര്യം ആത്മനിഷ്ഠമാണ്, അതിനാൽ അവളെ അതിശയിപ്പിക്കുന്നവളാണ് നടനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരു കമൻറ്റും വായിച്ചു. എന്നാൽ മറ്റൊരു ആരാധകൻ സായിയെ സീതയ്ക്ക് ഏറ്റവും നല്ല ചോയ്സ് എന്ന് വിളിക്കുകയും അവരുടെയും രാവണനെ അഭിനയിക്കുന്ന യാഷിൻ്റെയും കാസ്റ്റിംഗിനെ പ്രശംസിക്കുകയും ചെയ്തു. നിങ്ങൾ സീതയുടെ സൗന്ദര്യത്തെ ആധുനിക മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വിലയിരുത്തുന്നുണ്ടോ? സായിയുടെ രൂപഭാവത്തെക്കുറിച്ചുള്ള ചർച്ച വർഷങ്ങളായി പുരാണ കഥാപാത്രങ്ങളുടെ ചിത്രീകരണങ്ങളിൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു. ചില കാഴ്ചക്കാർക്ക് സീതയുടെ ചിത്രീകരണം, മതഗ്രന്ഥങ്ങളിലെ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ജനപ്രിയ കലാസൃഷ്ടികൾ, മുൻകാല സ്ക്രീൻ പതിപ്പുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രത്യേക ദൃശ്യപ്രതീക്ഷയോടെയാണ് കാഴ്ചവെക്കുന്നത്. സായി പല്ലവിയുടെ സൗന്ദര്യം ഇവിടെ ആളുകൾ വിലയിരുത്തുന്നില്ല. പക്ഷേ പരമ്പരാഗത സൗന്ദര്യ മാനദണ്ഡങ്ങൾ പാലിക്കാൻ അവൾ ബാധ്യസ്ഥയല്ല. നമ്മളുടെ വേദങ്ങളിൽ നൽകിയിരിക്കുന്ന സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വിവരണവുമായി അവൾ പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് പ്രശ്നം. സീത സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരിക്കുന്നു. അതുകൊണ്ടാണ് പലരും അസ്വസ്ഥരാകുന്നതെന്നും സോഷ്യൽ മീഡിയ കുറിച്ചു. അതുകൊണ്ട് തന്നെ സായി പല്ലവി ആ വേഷത്തിന് സുന്ദരിയാണോ എന്നതിനപ്പുറം ചർച്ച നീങ്ങിയിരിക്കുന്നു. ഒരു പുരാണ സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകൾ കാസ്റ്റിംഗിനെ നിർണ്ണയിക്കണമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായി ഇത് മാറിയിരിക്കുന്നു. ഏതായാലും രാമായണം ട്രെയിലർ ഒരു സംഭവബഹുലമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സീതയുടെ സായി പല്ലവിയുടെ കാസ്റ്റിംഗ് റോളിനെ പറ്റിയിട്ട്. ട്രെയിലറിൽ സായി പല്ലവിയുടെ വേഷം സീതയെ താരതമ്യേന ലളിതമായ ഒരു ലുക്കിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവളുടെ രൂപം കാഴ്ചയിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മൃദുത്വം, ഊഷ്മളത, അന്തസ് എന്നിവയിൽ അധികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. രാമനുമായുള്ള വിവാഹ സമയത്തും പിന്നീട് വനവാസത്തിനിടയിലും അവളെ കാണിക്കുന്നു. ട്രെയിലറിലെ ഏറ്റവും അപ്രതീക്ഷിത നിമിഷങ്ങളിലൊന്ന് സീത ആയുധം പ്രയോഗിക്കുന്നതായി കാണിക്കുന്നു എന്നതാണ്. പരമ്പരാഗതമായി അവരുടെ സൗമ്യതയേക്കാൾ കൂടുതൽ പര്യവേഷണം ചെയ്യുന്ന ഒരു ചിത്രീകരണത്തിലേക്ക് ഇത് സൂചന നൽകുന്നു.
ഏതായാലും ഹിന്ദി സംഭാഷണങ്ങളും ശ്രദ്ധ ആകർഷിച്ചു സായി പല്ലവിയുടെ. ആവേശത്തിൽ അവർ എങ്ങനെ ശബ്ദിക്കുമെന്ന് ആദ്യം കൗതുകം തോന്നിയെങ്കിലും ഭാഷ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടതായി നിരവധി കാഴ്ചക്കാർ അഭിപ്രായപ്പെട്ടു. ട്രെയിലർ വരുന്നതിന് മുൻപ് തന്നെ നടൻ്റെ കാസ്റ്റിംഗ് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. ഫസ്റ്റ് ലുക്ക് ആ സംഭാഷണത്തെ കൂടുതൽ ശക്തമാക്കി. നിതീഷ് തിവാരി സംവിധാനം ചെയ്ത രാമായണത്തിൽ രാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും രാവണനായി യാഷും അഭിനയിക്കുന്നു. രണ്ടു പക്കങ്ങളുള്ള ഇതിഹാസത്തിൽ ലക്ഷ്മണനായി രവി ദുബെ, ഹനുമാനായി സണ്ണി ഡിയോൾ എന്നിവരും അണിനിരക്കുന്നു. ഏതായാലും ശൂർപ്പണഖയായി രാഹുൽ പ്രീത് സിംഗും കൈകേയിയായി ലാറ ദത്ത, മന്ഥരയായി ഷീബ ചെദ്ദ, കൈകസിയായി ശോഭന എന്നിവരും അഭിനയിക്കുന്നു. ഏതായാലും ഒന്നാം ഭാഗം ദീപാവലിക്കാണ് റിലീസ് ചെയ്യുന്നത് രാമായണത്തിൻ്റെ. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം സായി പല്ലവിയുടെ കാസ്റ്റിംഗ് റോളും രാമായണം റിലീസും. അപ്പോൾ രാമായണത്തിൻ്റെ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്